രക്ഷയുടെ പാതയിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു മതബോധന വേദിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ 11ാം ക്ലാസ്സിലെ നിങ്ങളുടെ മതബോധന പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്. കഴിഞ്ഞ 11 അധ്യായങ്ങളിലായി ഈശോമിശിഹായുടെ വ്യക്തിത്വത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഇതൊരു പരിശീലനമായിട്ട് നിങ്ങൾ എടുത്താൽ ആ പരിശീലന പ്രക്രിയയിൽ നിന്നും നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, ലോകത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അവിടെ ഇറങ്ങുമ്പോൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, നമ്മൾ പറയും ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറയും. ആ ഒരു ആക്ഷൻ പ്ലാനാണ് ഈ 12ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ വലിയൊരു ആക്ഷൻ പ്ലാൻ. എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം, നന്നായിട്ട് ആലോചിച്ചെടുക്കേണ്ട ചില തീരുമാനങ്ങൾ. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈശോമിശിഹായുടെ സന്നിധിയിലാവാം. എൻ്റെ ഈശോയെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വർഷങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ പഠനത്തിൻ്റെ, എൻ്റെ ജോലി സമ്പാദനത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട വർഷങ്ങളിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുകയാണ്. ഞാൻ സ്വയം തീരുമാനിക്കേണ്ട ഒത്തിരി അവസരങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ ഞാൻ ജീവിച്ച് തീർക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയായിരിക്കണം ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, അവിടുത്തെ വ്യക്തിത്വം നിലനിൽക്കുന്ന ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എന്നെ കാണിച്ചു തരണമേ. എവിടെയൊക്കെയാണോ തിരുത്തലുകൾ വേണ്ടത് ആ മേഖലകളിലേക്ക് അവിടുത്തെ ആത്മാവിൻ്റെ പ്രകാശം ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ശക്തി പകരുന്ന വലിയൊരു സാന്നിധ്യമായി കൈപിടിച്ച് എൻ്റെ കൂടെ ഉണ്ടാവണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഉപ്പ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലേ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞു പോയാൽ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച്. നല്ല കറി ഉണ്ടാക്കിയിട്ട്, നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ട്, അല്ലേ? പലർക്കും ബീഫും പൊറോട്ടയും നിങ്ങൾക്ക് ഏറ്റവും അല്ല, മലയാളികളുടെ നമ്മുടെയൊക്കെ ദേശീയ ഭക്ഷണമെന്നാണ് പറയുന്നത്. നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ട് അമ്മ അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കിലോ ഉപ്പ് കൂടെ ചേർക്കുകയാണെന്ന് വെക്കുക, അല്ലേ? എത്ര നല്ല ബീഫാണേലും നമ്മുടെ അടുത്ത് കഴിക്കുമോ? ഇല്ല. നേരെ തിരിച്ചും ഉപ്പിടാതെ ഉണ്ടാക്കിയാലും ഇതുപോലെ തന്നെ. അതുപോലെ തന്നെയാണ് നമ്മൾ നല്ല വെളിച്ചം, ചിലപ്പോഴെങ്കിലും നല്ല ഒരു ടോർച്ച് എടുത്ത് നിങ്ങളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നേരെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലേ, കണ്ണിൽ എന്തായിരിക്കും? കണ്ണൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. പ്രകാശം കഠിനമായി കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത സ്ഥിതി വരും. ഇനി നേരെ തിരിച്ച് ഒട്ടും പ്രകാശം ഇല്ലെന്ന് വെക്കുക, പ്രകാശം ഇല്ലായിരിക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും നമുക്ക് 2 എക്സ്ട്രീമുകൾ വലിയ അപകടമാണ്. ഒത്തിരി കൂടിയാൽ പ്രശ്നമാണ്, ഒത്തിരി കുറഞ്ഞാൽ പ്രശ്നമാണ്. ക്രമമായ രീതിയിൽ വേണ്ടതാണ് ഇത് രണ്ടും, ഉപ്പും പ്രകാശവും. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കാൻ പോകുന്നത് ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ ജീവിതം മുഴുവൻ എന്താണെന്ന് ഒരു വലിയ എന്താ പറയുന്ന ഒരു ഭരണഘടന പോലെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ, അല്ലെങ്കിൽ വലിയൊരു നിയമപുസ്തകം പോലെ ഈശോ മുൻപിലേക്ക് വെച്ചതാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ 5, 6, 7 അധ്യായങ്ങളിലൊക്കെ ആയിട്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? മലയിലെ പ്രസംഗം. ഇത് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു മാതൃകയാണ്. ആ മാതൃക കാണിച്ചു കൊടുത്തത് എന്തിനാ? നാം ഓരോരുത്തരും അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഓരോ ക്രൈസ്തവനും ആ ഒരു ഉദാഹരണത്തിലൂടെ കടന്നുപോയി ആ ഉദാഹരണത്തെ ജീവനുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റണം, നമ്മളെപ്പോലെ. ഇത് തന്നെയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആക്ഷൻ പ്ലാനും. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഓരോരുത്തൻ്റെയും
എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ആക്ഷൻ പ്ലാനിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്, നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെ വാക്യങ്ങളിൽ നിങ്ങൾ പരിശുദ്ധ ബൈബിൾ എടുത്ത് ആ ഭാഗം ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയേ. വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്, ഓരോ ക്രൈസ്തവൻ്റെ മുമ്പിലേക്കും വെക്കുന്നുണ്ട്. ഇത് ഒരു വെല്ലുവിളിയായിരുന്നു ശരിക്കും. നമ്മളെ താരതമ്യപ്പെടുത്തുക, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഒരുപക്ഷെ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന സാധനങ്ങളിൽ ഒന്നാ ഉപ്പ്. 1 കിലോ ഉപ്പിൻ്റെ പൊടി കിട്ടാനായിട്ട് ഒരു 20 രൂപ 30 രൂപയൊക്കെ മതി ചിലപ്പോൾ, അല്ലേ? പക്ഷേ അതേസമയം മറ്റു ചില സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ 100 കണക്കിന് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഈ ഇത്രയും വില കുറഞ്ഞ സാധനത്തിന് വിലയൊന്നുമില്ലേ? അതാ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഒരല്പം ഉപ്പ് കുറഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നമെന്ന്. ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്, അല്ലേ? ഇനി ഈശോ തുടരുക, ഉറകെട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ ഉറ കൂട്ടും? നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന ഉപ്പിന് ഉറയില്ല. ഉറയെന്ന് പറഞ്ഞാൽ ആ ഉപ്പിൻ്റെ സ്വഭാവമില്ല. ഉപ്പിൻ്റെ സ്വഭാവമില്ലെങ്കിൽ പിന്നെ എന്താ? അത് വെറും പൊടിമണലാ, വെറും പൊടിയാണ്, ഒന്നിനും കൊള്ളില്ല. എന്തിനേ പറ്റുള്ളൂ? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളില്ല. ഇതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയാക്കുന്ന ഉറയുണ്ട് എന്തൊക്കെയോ, അല്ലെ? ആ ഉറ നിനക്ക് കെട്ടുപോയാൽ, ഉറ എനിക്ക് കെട്ടുപോയാൽ എന്നെ വെറുതെ ഒരു പാഴ്വസ്തുവായിട്ട് വലിച്ചെറിഞ്ഞ് ചവിട്ടി അരയ്ക്കപ്പെടാൻ ഒരു സാധനം, വെറും ഒരു പാഴ്വസ്തു. ഈശോ നിർത്തുന്നില്ല, തുടരുക. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, അല്ലേ? ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ ജോലി എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകാശമില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, വഴി അറിയാൻ പറ്റില്ല, ഒരിടത്ത് എത്താൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലേ? അന്ധകാരാവസ്ഥയാണെങ്കിൽ മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. ചോദ്യം ഇതാ, നിന്റെ പട്ടണം എന്ന് പറയുന്നത് നിന്റെ ജീവിതം. നീ എവിടെയാ പണിതുയർത്തിയിരിക്കുന്നത്? ഏതെങ്കിലും അറയ്ക്കുള്ളിലാണോ? ഏതെങ്കിലും കുഴിക്കുള്ളിലാണോ? അതോ മലമുകളിലാണോ? മലമുകളിലാണെങ്കിൽ അതിനെ മറയ്ക്കാൻ പറ്റില്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല. നിങ്ങൾ തിരി കൊളുത്തിയിട്ട് അതുകൊണ്ട് അതിനെ എന്തെങ്കിലും ഒരു കവറിട്ട് മൂടാറില്ല, അല്ലേ? തിരി കൊളുത്തുന്നത് എന്തിനാ? പ്രകാശത്തിനാ. ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നമ്മൾ വയ്ക്കും. കാരണം എന്താ? എല്ലായിടത്തും പ്രകാശം പകരാൻ വേണ്ടി. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ ഇനിയാണ് നമ്മുടെ മുമ്പിലേക്ക് ഈശോ വെക്കുന്ന വെല്ലുവിളി. പ്രിയപ്പെട്ട മക്കളെ, മനസ്സിരുത്തി കേൾക്കണം. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപേ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ സൽപ്രവർത്തികൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈശോ അല്ലേ ഓരോരുത്തർ, അല്ലേ? ഞാൻ ക്രിസ്തുവാണ്, പൗലോസ് പറയുന്ന പോലെ ഞാൻ ഈശോയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഈശോയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്നതൊക്കെ ആയിരിക്കും, അല്ലേ? ഒരു നിമിഷം ചിന്തിച്ച്. നിങ്ങൾ ഈശോയാണെങ്കിൽ, നാം ഓരോരുത്തരും ഈശോയാണെങ്കിൽ, ആ ഈശോയുടെ പ്രവൃത്തി എന്നതൊക്കെ ആയിരിക്കും? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നൊക്കെയാണെന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെയാണ് ആ വെല്ലുവിളി. ഇതാണൊരു ക്രൈസ്തവൻ്റെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന വെല്ലുവിളി. ഇതാ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് ഈശോ മിശിഹായ. അതിലും വലിയൊരു മാതൃകയില്ല. നമ്മുടെ ഏതോ ഒരു സിനിമയെ പറഞ്ഞു കേട്ടില്ലേ, അതുക്കും മേലെ എന്നൊക്കെ. അതുക്കും മേലെ വേറെ ഒന്നുമില്ല, ഒരു പുണ്യാളനുമില്ല. ഈശോ മിശിഹായുടെ വ്യക്തിത്വത്തിന് ഉപരിയായിട്ടുള്ള വേറെ ഒരു മാതൃകയും നമ്മുടെ മുൻപിലില്ല. ഓർത്തോണം, ആ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ വിശ്വാസതയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഏറ്റവും ഉദാത്തമായ മാതൃക. അപ്പോൾ ചോദിച്ചേക്കാം, പുണ്യവാളന്മാർ, അതെ, അവര് ഈശോയെ തങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിച്ചവരാ. മനുഷ്യരായിരുന്നു, നമ്മളെപ്പോലുള്ള മനുഷ്യരായി നിന്നുകൊണ്ട് നമുക്ക് മാതൃകകൾ. അവര് എന്തിനാ? ഈശോയെ അനുകരിക്കുന്നതിൽ മാതൃകളാ. ആ വഴിയിലൂടെ പോവാൻ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് തരുന്ന മധ്യസ്ഥന്മാരാ അവര്. ഈശോയ്ക്ക് പകരമല്ല അവര്, പ്രിയപ്പെട്ട മക്കളെ. അപ്പം ഈ ഒരു വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ആക്ഷൻ പ്ലാനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 2 കാര്യങ്ങളാവാനാ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത്: ഉപ്പ്, പ്രകാശം. നമുക്ക് ആദ്യം ചിന്തിച്ച് നോക്കാം, ഈ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശം? ഉപ്പിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താ? ഉപ്പിൻ്റെ ജോലി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഉപ്പിന് വേറെ ഒത്തിരി ജോലിയൊന്നുമില്ല. അടുക്കളയിൽ പ്രധാനമായിട്ടും ഉപ്പ് ചെയ്യുന്ന ജോലി എന്തൊക്കെയാ? അടുക്കളയിൽ കയറാറൊക്കെ ഉണ്ടല്ലോ, അല്ലേ? നമ്മൾ സാധാരണ അടുക്കളയിൽ കയറുന്നത് എന്തിനാ? അടുക്കളയിൽ കയറാറുണ്ടോ ചിലരെങ്കിലും, അല്ലേ?
പെൺകുട്ടികൾ ചിലർ പറയും ഇപ്പം ഞങ്ങൾ കയറാറുണ്ട്. ആൺകുട്ടികളോ? എല്ലാവരും കയറേണ്ട ഒരു സ്ഥലമാണ് അടുക്കള ആർക്കും വേണ്ടി അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വിവേചനത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നൊന്നുമല്ല. അടുക്കള എല്ലാവരും കയറേണ്ടതാണ്. അപ്പം ഉപ്പ് അടുക്കളയിൽ എന്താ ചെയ്യുന്നത് നമുക്ക് ചിന്തിച്ചാൽ മതി. ഒന്നാമത്തേത് രുചി പകരും. ഉപ്പ് കൃത്യമായിട്ട് വന്നാൽ ആ ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടായിരിക്കും. അതിലൂടെ ഈശോ എന്താ നമുക്ക് എങ്ങനെ രുചി പകരാൻ പറ്റും സമൂഹത്തിൽ? നമ്മളായിരിക്കുന്ന സമൂഹത്തിന് രുചി പകരാൻ വിധിക്കപ്പെട്ടവരാ. അത് പലപ്പോഴും ചിലപ്പോഴെങ്കിലും നമ്മൾ ക്രൈസ്തവർ കൊടുക്കുന്ന രുചി കയ്പിൻ്റെ രുചിയാണെന്നൊരു സംശയമുണ്ട് കേട്ടോ. അസാൻമാർഗികതയുടെ രുചിയാണോ എന്ന് ഒരു സംശയമുണ്ട് ചിലപ്പോഴെങ്കിലും. ദുർമാതൃകയുടെ രുചിയാണോ എന്ന് ഒരു സംശയമുണ്ട്. ഈശോ പറയുകയാണ് ഉപ്പ് കൊടുക്കുന്ന പോലെ നല്ല രുചി കൊടുക്കണം. എങ്ങനെ? യോഹന്നാൻ 13:35 പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. എങ്ങനെ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാ സ്നേഹിച്ചത്? ഈശോയോട് ചോദിച്ചു, ഈശോയെ നീ എന്തേലും ഞങ്ങളെ സ്നേഹിക്കുന്നു? ഈശോ വേറെ ഒന്നും പറഞ്ഞില്ല. തൻ്റെ കൈകൾ വിരിച്ച് കുരിശിൽ കയറി മരിച്ചു. ആർക്ക് വേണ്ടി? നീ എന്തേരെ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച ഓരോ മനുഷ്യനും വേണ്ടി. ഇതിൽ പകരം വലിയൊരു സ്നേഹം കാണിക്കാനില്ല എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്വന്തം ജീവൻ കൊടുക്കുന്ന രീതിയിൽ സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുപോലെ എല്ലാവരും അറിയും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഉപ്പിൻ്റെ രുചി എന്താ? സ്നേഹത്തിൻ്റെ രുചിയാ, പരസ്പര സ്നേഹത്തിൻ്റെ രുചി. അപ്പോൾ ആ പരസ്പര സ്നേഹത്തിൻ്റെ രുചിയാൽ നമ്മൾ നിറയപ്പെടണം. മറ്റുള്ളവനോട് തിരിഞ്ഞു നിൽക്കണം, അവൻ്റെ ആവശ്യങ്ങളിലേക്ക്, അവൻ്റെ ബലഹീനതകളെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ. ഇതാ ഉപ്പിൻ്റെ രുചി കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്രകാരം രുചി പകരുന്ന ജീവിതമായിരിക്കണം പ്രിയപ്പെട്ട മക്കളെ. രണ്ടാമത്തത്, ഉപ്പ് ചെയ്യുന്ന ഒരു ജോലിയുണ്ട്, സംരക്ഷിക്കുന്ന ഒരു ദൗത്യം ഉപ്പെടുക്കാറുണ്ട്. ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പിലിട്ടാലുണ്ടല്ലോ സാധനങ്ങൾ നശിക്കാതിരിക്കും. ഉപ്പിലിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ ഉണക്കാറുണ്ട്, ഉപ്പിലിട്ട് നമ്മൾ മീൻ ഉണക്കാറുണ്ട്, ഉപ്പിലിട്ട് നമ്മൾ മാങ്ങയൊക്കെ നമ്മൾ അച്ചാറായിട്ട് സൂക്ഷിക്കാറുണ്ട്. നശിച്ചു പോവില്ല പെട്ടെന്ന്. ഇതുപോലെ നാശത്തിലേക്ക് പോകുന്നവരെ സംരക്ഷിക്കാനുള്ളതാണ് നമ്മൾ. മൂല്യങ്ങളും സത്യങ്ങളും വിശുദ്ധിയും ഒക്കെ ഇവിടെ തമസ്കരിക്കപ്പെടുന്ന, ഇല്ലാതാക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ആ ഒരു സമൂഹത്തെ, അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനായിട്ട് വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഉപ്പിൻ്റെ മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കുന്നതാണ്. ഉപ്പ് ശുദ്ധീകരിക്കാൻ നാം ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ട മക്കളെ, പാപത്താൽ നിറഞ്ഞ, തിന്മയാൽ നിറഞ്ഞ ഒരു സമൂഹത്തിൽ വിശുദ്ധിയുടെ സാന്നിധ്യമാവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ക്രൈസ്തവനും. നമ്മൾ പാപിയെ നമ്മൾ വെറുക്കുന്നില്ല, അവനിലെ പാപത്തെയാണ് വെറുക്കുന്നത്. തിന്മ ചെയ്യുന്നവനെ നമ്മൾ വെറുക്കുന്നില്ല, തിന്മയെയാണ് നമ്മൾ വെറുക്കുന്നത്. ഇപ്രകാരം ഒരു വിശുദ്ധിയിലേക്ക് സമൂഹത്തെ നയിക്കാൻ, സഹോദരങ്ങളെ നയിക്കാൻ, മനുഷ്യനെ നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ ക്രൈസ്തവനും. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഉപ്പിൻ്റെ ഏതൊക്കെ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആ ഗുണത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ ഞാൻ കൂടുതൽ മെച്ചപ്പെടണമെന്ന് നമുക്കൊരു ചിന്തിക്കാനുള്ള ഒരു വിചിന്തന സമയമായിട്ട് ഈ ഒരാഴ്ച നമുക്കെടുക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ വെച്ചിരിക്കുന്ന വെല്ലുവിളി ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ കുടുംബത്തിൽ ഉപ്പായി മാറാൻ, രുചി പകരുന്ന, വിശുദ്ധീകരിക്കുന്ന, സംരക്ഷിക്കുന്ന ഉപ്പായിട്ട് മാറാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ഈശോയെ. കൂടുതൽ എൻ്റെ ദൗത്യത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരാഴ്ച എൻ്റെ കൂടെ ഉണ്ടാവണമേ. പരിശുദ്ധ അമ്മ മാതാവേ, എന്നെ ബലപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.